പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം പറയുന്നു. നമ്മൾ ഇന്നലത്തെ ക്ലാസ് ആരും കേൾക്കരുത് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഇട്ടിരുന്നു. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു അറിയിച്ചിരുന്നത്. നമ്മൾ വചനത്തിൻ്റെ ശാസ്ത്രീയത, വചനത്തെ എങ്ങനെ വിശ്വസിക്കണം, ദൈവവചനം ഒരു സാങ്കല്പികമാണോ, ദൈവം ആരോടോ പറഞ്ഞതല്ലേ, അത് നമ്മളെല്ലാം വിശ്വസിക്കാൻ നിൽക്കണോ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, അതിൻ്റെയൊക്കെ പുറകെ പോകേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങളുണ്ട്. എന്നാൽ ഇന്ന് ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ആധുനിക ഉപകരണങ്ങളും, പ്രത്യേകിച്ചും യുദ്ധസാമഗ്രികൾ, അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കൺമുമ്പിൽ പച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പുതിയ സംഭവമാണ് AI റോബോട്ടുകൾ. അത് വർഷങ്ങൾക്ക് മുമ്പ്, 2000 വർഷങ്ങൾക്ക് അപ്പുറം എഴുതി വെച്ചത് ഇന്ന് യാഥാർത്ഥ്യമായി മനുഷ്യന് മുമ്പിൽ കാണുകയാണ്. അങ്ങനെ വചനത്തിന് ശാസ്ത്രീയതയുണ്ടെന്നും വചനം സത്യമായ വചനം, അതിനത്തിന് ദൈവത്തിൻ്റെ ഭാഷയുണ്ടെന്നും മനുഷ്യരുടെ ഭാഷയുണ്ടെന്നും ശാസ്ത്രത്തിൻ്റെ ഭാഷയുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ഭാഷ വചന രൂപത്തിൽ എഴുതി, മനുഷ്യൻ്റെ ഭാഷ ശാസ്ത്രീയമാണ്, അതിന് കണക്കുകൂട്ടലുണ്ട്. അതിന് ശാസ്ത്രീയ ഭാഷ എന്ന് പറയുന്നത് തൂക്കം, അളവം, വണ്ണം, ടെക്നോളജി, അതിൻ്റെ അളവുകൾ, അതിനകത്ത് നീളം, വീതി എല്ലാം ഉണ്ട്. അപ്പം ദൈവവചനമെന്ന് പറയുന്നത് ഒരളവ് കോലാണ്, ഒരളക്കാൻ പറ്റിയ വസ്തുവാണ്. അത് ദൈവമെന്ന് പറയുന്നത് നമുക്ക് കാണാനില്ലാത്തതുകൊണ്ട് വിശ്വസിക്കേണ്ട എന്ന് വെച്ച് തള്ളിക്കളയാനുള്ളതല്ല, മറിച്ച് ദൈവമെന്ന പരമസത്തയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മിന്നൽ പിണർ പോലെയാണ്. മിന്നൽ പിണർ ഇപ്പോൾ നമുക്കറിയാം, ജനുവരി മാസമാണിത്, 2025 ജനുവരി മാസം. ഇന്ന് 27-ാം തീയതിയായി. ഇന്ന് ഈ സമയത്ത് നമ്മുടെ കേരളത്തിൽ മലപ്പുറം മുതൽ ഇങ്ങോട്ട് ഇടുക്കി, എറണാകുളം, അങ്ങോട്ടുള്ള തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊക്കെ മഴയുടെ മുന്നറിയിപ്പുകൾ കേൾക്കുന്നുണ്ട്. അവിടെ ഒരുപക്ഷെ ഇടിമിന്നലുണ്ടാവും. പക്ഷേ മലപ്പുറം, എറണാകുളം മുതൽ ഇങ്ങോട്ട് വന്നാൽ കോഴിക്കോട്, കണ്ണൂർ, വയനാട് ഭാഗങ്ങളിലൊക്കെ നല്ല തെളിവാണ്. ഇവിടെ ഇപ്പോൾ ഒരു കാരണവശാലും ഇടിമിന്നലില്ല. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഇടിമിന്നൽ കാണണമെന്ന് വിചാരിച്ചത് നടക്കുകയുമില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇടിമിന്നൽ എന്ന സംഭവം മനുഷ്യന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന കൃത്യസമയമുണ്ട്, ഒരു കാലഘട്ടമുണ്ട്, ഒരു പശ്ചാത്തലമുണ്ട്. മഴക്കാലമാവണം, മേഘമുണ്ടാകണം, മിന്നൽപ്പെടണം, അങ്ങനെ ആ സമയത്ത് എന്നതുപോലെ ഇതുപോലെ തന്നെയാണ് സർവശക്തനായ ദൈവമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി, അടിസ്ഥാനമാക്കി ദൈവവചനത്തിൽ എഴുതപ്പെടുകയാണ്, എഴുതി വെച്ചിരിക്കുകയാണ്. ഇന്ന കാലഘട്ടങ്ങളിൽ ഇന്നതുപോലെ സംഭവിക്കുക തന്നെ ചെയ്യും എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ശാസ്ത്രീയ വശമുണ്ട്, ശാസ്ത്രീയമാണ്. ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യമാണ്. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 5-ാം തിരുവചനം നമ്മൾ കാണുകയുണ്ടായി. നമ്മൾ എന്താണ് കണ്ടത്? ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യമാണ്. വിശ്വാസയോഗ്യം എന്ന് പറയുന്നത് ശാസ്ത്രീയമാണ്, സത്യമെന്ന് പറയുന്നത് കൺമുമ്പിൽ കണ്ട് തെളിവോടുകൂടി കാണാവുന്നത് എന്നർത്ഥം. അതിൻ്റെ വശങ്ങൾ നമ്മൾ കേട്ടു. ഇനി നമ്മൾ ഇന്നൊരു ചെറിയ വചനം വളരെ വ്യക്തമായി പഠിക്കുന്നത് നമ്മൾ ഇങ്ങനെയാണ് പഠിക്കുന്നത്. അത് വെളിപാടിൻ്റെ പുസ്തകം തന്നെ 21-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുകയാണ്: എന്നോട് സംസാരിച്ചവൻ്റെ അടുക്കൽ നഗരവും അതിൻ്റെ കവാടങ്ങളും മതിലുകളും അളക്കാൻ സ്വർണം കൊണ്ടുള്ള അളവുകോൽ ഉണ്ടായിരുന്നു. ഇതാണ് വചനം, എന്നോട് സംസാരിച്ചവൻ്റെ അടുക്കൽ. അപ്പോൾ നമുക്കറിയാം, ഇത് യോഹന്നാനോട് ദൈവത്തിൻ്റെ ദൂതനായ ദൂതൻ, അല്ലെങ്കിൽ അതിനകത്ത് തോന്നുന്ന ആദ്യം പ്രാരംഭിച്ച് നോക്കിയാൽ യേശു തന്നെ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദൈവം തന്നെ നേരിട്ട് സംസാരിക്കും. എന്നാൽ നമ്മളോട് സംസാരിക്കുന്നത് ദൈവം എങ്ങനെയാണ്? നമ്മളോട് സംസാരിക്കാൻ ദൈവം ദൂതന്മാരെ അയച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ഭാഷ, ദൈവം സംസാരിക്കുന്ന വചനം എന്ന് പറയും ദൈവവചനത്തിൽ കൂടിയാണ്. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങൾ നമുക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളാണ്. ആ വചനത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്, ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ എന്നോട് സംസാരിച്ചവൻ്റെ അടുക്കൽ എന്ന് പറയുമ്പോൾ എന്നോട് സംസാരിച്ച പരിശുദ്ധാത്മാവിൻ്റെ അടുക്കൽ, അഥവാ പരിശുദ്ധാത്മാവ് അടുക്കൽ നഗരവും അതിൻ്റെ കവാടങ്ങളും മതിലുകളും അളക്കാൻ എന്ന് പറഞ്ഞു. നഗരം ഏതാണ്? അത് അന്നത്തെ കാലത്ത്, അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ജെറുസലേം നഗരമായിരുന്നു. ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ സ്വർഗരാജ്യമാണ്. എന്നാൽ അതിനു മുമ്പ് തന്നെ ഒരു ചെറിയ നിഗൂഢാർത്ഥം കൂടെ അതിനകത്തുണ്ട്. എപ്പോഴും ഞാൻ നിങ്ങൾക്ക് തരുന്നത് എപ്പോഴും അന്തർലീനമായിരിക്കുന്ന ദൈവവചനത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങളെ, അതിൻ്റെ മർമ്മത്തെ, അതിൻ്റെ സത്തയെ, അതിൻ്റെ ജ്ഞാനത്തെ, അതിൻ്റെ പരിപൂർണതയെ, അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നത് നഗരമളക്കാൻ. അപ്പം നമുക്കിവിടെ യേശു അല്ല പരിശുദ്ധാത്മാവ് ജെറുസലേമിൽ എന്ന നഗരത്തെ അളക്കുന്നതിന് അല്ലെങ്കിൽ സ്വർഗ്ഗരാജ്യത്തെ അളക്കുന്നതിന് നമുക്കെന്ത് ചെയ്തു?
അത് ദൈവം ഇഷ്ടമുള്ള അളന്നോട്ടെ എന്ന് നമ്മൾ വെച്ചാൽ പോരെ. അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2-3 നഗരങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഞാനാകുന്ന നഗരം. എൻ്റെ മനസ്സിൽ മനസ്സ് എന്ന് പറയുന്ന നഗരമുണ്ട്, ആത്മാവ് ശരീരം എന്നൊരു നഗരമുണ്ട്. അങ്ങനെ ഒരു നഗരത്തിൻ്റെ പ്രത്യക്ഷ രൂപമാണ് മനുഷ്യ ശരീരം. ആ നഗരത്തെ എന്നെ അളന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവ്, സ്വർണമാകുന്ന വിശുദ്ധി, സ്വർണം കൊണ്ടുള്ള അളവുകൾ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പരിശുദ്ധാത്മാവാണ് സ്വർണം. സ്വർണത്തിൻ്റെ ദണ്ട് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അതായത് ദൈവമാണ്, അല്ലെങ്കിൽ യേശുവാണ്, പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് വെച്ച് ഞാനാകുന്ന നഗരത്തെ ദൈവം അളന്നാൽ, എൻ്റെ ആത്മാവിനെ അളന്നാൽ, എൻ്റെ മനസ്സിനെ അളന്നാൽ, എൻ്റെ ശരീരത്തെ അളന്നാൽ, അതായത് പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ച് എൻ്റെ വിശുദ്ധിയാകുന്ന സ്വർണത്തെ അളക്കാൻ അതിൻ്റെ കവാടങ്ങളും. അപ്പോൾ അവിടെ എന്തുണ്ട്? ഞാനാന്ന് എന്നെ അളന്നാൽ എന്തു സംഭവിക്കും? അതാണ് പറഞ്ഞു വരുന്നത്. കവാടങ്ങൾ, കവാടം, എൻ്റെ കവാടം അളന്നാൽ, ഞാൻ കടന്നു വന്ന കവാടം, സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം തൻ്റെ ആത്മാവിനെ ഭൂമിയിലേക്ക്, അപ്പനിലേക്കും അമ്മയിലേക്കും അയക്കുന്നു. ഞാൻ കുഞ്ഞായിട്ട് ജനിക്കുന്നു. അതാണ് സ്വർഗം തുറന്ന് ആത്മാവ് ഇങ്ങോട്ട് വരുന്നു, രണ്ടാമത് ഗർഭത്തിൽ ഉരുവാകുന്നു, അവിടുന്ന് പുറത്തു വരുന്നു, സഭയിലെ അംഗമാകുന്നു. അതിനുശേഷം മരണകവാടം കടന്ന് പിന്നെ ജീവനിലേക്കുള്ള കവാടം കിടക്കുന്നു. ഈ കവാടം എങ്ങനെയാണെന്ന് കർത്താവ് അളക്കും എന്ന് പറഞ്ഞാൽ, വിശ്വാസം, വിശുദ്ധി, രൂപാന്തരീകരണം, ഫലം, ജ്ഞാനം, വിവേകം, സൗമ്യത, എളിമ തുടങ്ങിയ എല്ലാ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ഉള്ളവനാണോ എന്ന് കർത്താവ് ആദ്യം എന്നെ പരിശോധിക്കുന്നു. രണ്ടാമത്തെ എൻ്റെ നഗരം എന്ന് പറയുന്നത് എൻ്റെ കുടുംബമാണ്. ഞാൻ എൻ്റെ ഭാര്യയോട്, എൻ്റെ കുടുംബമാകുന്ന എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, അവരെല്ലാം കൂടുന്ന ഒരു കുടുംബം, ഒരു നഗരം പോലെ അതിൻ്റെ സംവിധാനം. വീടുണ്ട്, വണ്ടിയുണ്ട്, വാഹനമുണ്ട്, കൂടപ്പുറപ്പുകളുണ്ട്, അതിൻ്റെ സംവിധാനമുണ്ട്. എല്ലാം ഞാൻ എൻ്റെ ബന്ധുക്കൾ, ആദ്യം എൻ്റെ ഭാര്യയോട് ഞാൻ എങ്ങനെ പെരുമാറുന്നു, എൻ്റെ മക്കളോട് എങ്ങനെ പെരുമാറുന്നു, എൻ്റെ കൂടപ്പുറപ്പുകളോട് ഞാൻ എങ്ങനെ പെരുമാറുന്നു, എൻ്റെ സമൂഹത്തോട്, ബന്ധുമിത്രാദികളോട് ഞാൻ ഏത് രീതിയിൽ, ഏത് സമീപനം, എൻ്റെ ആത്മാവിൽ അവരോട് പുച്ഛമാണോ ഉള്ളത്? എനിക്ക് 2 നില വാർക്ക് വീടുണ്ട്, കാറുണ്ട്, എൻ്റെ മകനും മകളും അമേരിക്കയിലാണ്, എനിക്ക് ഇഷ്ടംപോലെ പണം വരുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ നോക്കുമ്പോൾ എനിക്കൊരു പുച്ഛം, ഒരു അവജ്ഞ. ഇവരൊക്കെയാണോ? അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണോ എൻ്റെ ഹൃദയത്തിലുള്ളത് എന്ന് കർത്താവ് പരിശോധിക്കുകയാണ്. അത് കർത്താവ് പരിശുദ്ധാത്മാവ് എന്ന അഗ്നിയുണ്ട്, അതിന് സ്വർണം എന്ന പേര് കൊടുത്ത്, അളവുകോല് കൊടുത്ത് കർത്താവ് നമ്മളെ അളക്കുകയാണ്. എൻ്റെ മതിലുകൾ, എൻ്റെ കവാടങ്ങൾ എങ്ങനെയുണ്ടെന്ന് കർത്താവ് ആദ്യം നോക്കുകയാണ്. എൻ്റെ ആത്മാവിൻ്റെ കവാടം, ദൈവം വിശുദ്ധിയോടെ അയച്ച ആത്മാവിനെ ഞാൻ അശുദ്ധിയോടെയാണോ തിരിച്ചു കൊടുക്കുന്നതെന്നാണ് കർത്താവ് നോക്കുന്നത്. അപ്പോൾ കർത്താവിന് എൻ്റെ കവാടങ്ങൾ, അപ്പം ഞാൻ കടന്നു വന്ന കവാടം. പിന്നെ കർത്താവ് ആദ്യം ശ്രദ്ധിക്കുന്നത്, കർത്താവിൻ്റെ ആത്മാവിനെ ഭൂമിയിലേക്ക് വിട്ടു, എൻ്റെ അപ്പനിലും അമ്മയും ഞാനെന്ന വ്യക്തി ഉരുവാകുന്നു. അവിടം വരെ കർത്താവിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അവിടുന്ന് ഞാൻ ഭൂമിയിലേക്ക് ജന്മം കൊണ്ട് വരുമ്പോൾ എൻ്റെ മാതാപിതാക്കന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട്. അവിടുന്ന് പിന്നെ ഞാൻ തിരുസഭയിലേക്ക് അംഗമാകുന്ന സമയത്ത് തിരുസഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ തിരുസഭ എന്നെ വളർത്തി ഈ വലിപ്പത്തിൽ ഇത്രയും ഒരു മനുഷ്യനാക്കി മാറ്റിക്കഴിഞ്ഞ് ഇനിയുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണുള്ളത്, അത് മറ്റാർക്കും ഉത്തരവാദിത്തമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആ കവാടങ്ങളും മതിലും കർത്താവ് അളക്കും. മതിലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് മതിലായിട്ട് നിൽക്കുന്ന എൻ്റെ തിന്മയുടെ ഭാഗമുണ്ടോ? അശുദ്ധിയുടെ, മ്ലേച്ഛതയുടെ, തിന്മയുടെ, ദുഷ്ടതയുടെ, ക്രൂരതയുടെ, മറ്റുള്ളവരെ വഞ്ചിച്ചതിൻ്റെ, മറ്റുള്ളവരെ കളിയാക്കിയതിൻ്റെ, മറ്റുള്ളവരെ കൊച്ചാക്കിയതിൻ്റെ, പുച്ഛത്തോടെ അവജ്ഞയോടെ നോക്കിയതിൻ്റെ ഏതെങ്കിലും മതിൽ എനിക്കെതിരെ നിൽക്കുന്നുണ്ടോ എന്ന് കർത്താവ് അളന്നു നോക്കും. എൻ്റെ കവാടം, അതായത് എൻ്റെ ഈ കാലഘട്ടത്തിൽ ഇനിയിപ്പോൾ ഞാൻ മരിച്ചാൽ ഞാൻ മരണ കവാടത്തിൽ കടന്ന് ജീവൻ്റെ കവാടത്തിൽ പ്രവേശിക്കാൻ യോഗ്യത ഉണ്ടോ? അതിന് തക്കൊരു പരിശുദ്ധാത്മാവ് എന്നിലുണ്ടോ? അതിന് തക്കതായ ഒരു ആത്മാവിൻ്റെ വിശുദ്ധി എന്നിലുണ്ടോ? അതിന് തക്കതായ ഒരു രീതിയിലാണോ ഞാൻ എൻ്റെ കുടുംബത്തോട് പ്രവർത്തിക്കുന്നത്? അതിന് ആനുപാതികമായ രീതിയിലാണോ ഞാൻ എൻ്റെ സഭയോട് പ്രവർത്തിക്കുന്നത്, എൻ്റെ ഇടവകയോട് പ്രവർത്തിക്കുന്നത്? അതിന് വിശ്വാസത്തിൻ്റെ വിശുദ്ധിയുടെ തലങ്ങളിലാണോ ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്? അന്യ മതസ്ഥരെ, അക്രൈസ്തവരായ മതസ്ഥരോട് എൻ്റെ സമീപനം എന്താണ്? എൻ്റെ കാഴ്ചപ്പാട് എന്താണ്? അല്ലെങ്കിൽ ദരിദ്രരോടും പാവപ്പെട്ടവരോടും എൻ്റെ മനോഭാവം എന്താണ്? ഇതെല്ലാം കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവെന്ന സ്വർണത്തിൻ്റെ ദണ്ടുകൊണ്ട് അളക്കുവാൻ പോകുന്നുവെന്ന് കർത്താവ് വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനത്തിൽ കർത്താവ് എഴുതി വെച്ചിരിക്കണം. അവിടെ നമ്മൾ പെട്ടെന്നൊന്ന് വായിച്ചാൽ മനസ്സിലാവില്ല പ്രിയപ്പെട്ടവരെ. എന്നോട് സംസാരിച്ചവൻ്റെ അടുക്കൽ നഗരവും അതിൻ്റെ കവാടങ്ങളും മതിലുകളും അളക്കാൻ സ്വർണം കൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വചനം എടുത്തു വെച്ച് വായിച്ചാൽ മനസ്സിലാവും. വെറുതെ ഒരു ഉദ്ദേശത്തിൽ ദൈവം എന്തെങ്കിലും എഴുതി വെച്ചതല്ല ഈ വചനങ്ങളൊന്നും. ഈ വചനത്തിനകത്തെല്ലാം ഒരു ശാസ്ത്രീയതയും
ഒരു വിശുദ്ധിയും ഒരു ജ്ഞാനവും ഒരു നിഗൂഢ രഹസ്യ അർത്ഥവും കർത്താവ് ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ കർത്താവ് ഒളിപ്പിച്ച്, അതുകൊണ്ടാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷം പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ നിങ്ങൾക്കാണ് വരം ലഭിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കർത്താവ് വരം തന്നിരിക്കുകയാണ്. ഇതൊക്കെ ഗ്രഹിക്കുവാനുള്ള വരം തന്നിരിക്കുകയാണ് കർത്താവ്. ഇതെല്ലാം മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്നെ കർത്താവ് അളക്കാൻ വരുമ്പോൾ എൻ്റെ മരണത്തിൻ്റെ സമയത്തുള്ള മരണ കാലഘട്ടം കർത്താവ്, എൻ്റെ ജീവിത കാലഘട്ടം, എൻ്റെ സഭാജീവിതം, എൻ്റെ വിശ്വാസ ജീവിതം, എൻ്റെ വിശുദ്ധിയുടെ കാലഘട്ടം, എൻ്റെ നന്മ പ്രവൃത്തിയുടെ കാലഘട്ടം കർത്താവ് ഇപ്പോൾ അളന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് നമ്മളെ അളന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അളവിൽ, കർത്താവ് അളക്കുന്ന അളവിൽ ഞാൻ തോറ്റുപോകുമോ, പരാജയപ്പെടുമോ, വിജയിക്കുമോ, ഞാൻ അവിടെ സുധീരം ജയിക്കുമോ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്ത് കണ്ടു. എന്താണ് കണ്ടത്? ഇതിനകത്ത് പറയുന്നുണ്ട്, കഴിഞ്ഞ ഇതിനകത്ത് കണ്ടല്ലോ, ഞാൻ കൊടുക്കും വിജയം വരിക്കുന്നവന് ഇവയെല്ലാം ഞാൻ അവകാശമായി നൽകും. കർത്താവ് പറയുന്നത്, ഞാൻ ആൽഫയും ഒമേഗയുമാണ്. കർത്താവ് പറയുന്നത്, വിഗ്രഹാര ഞാൻ അവർ കൈവശമായി നൽകും. എന്നാൽ ഭീരുക്കൾ, ഇതിനകത്ത് കർത്താവ് നമ്മളെ അളക്കുമ്പോൾ ഭീരുത്വമുള്ളവനാണെങ്കിൽ ഈ അളവിൽ നമ്മൾ പരാജയപ്പെട്ടു. കർത്താവ് നമ്മളെ അളക്കുമ്പോൾ നമ്മുടെ സ്ഥലം അളക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഉയരം അളക്കുന്നു, നമ്മുടെ തൂക്കം അളക്കുന്നു. ഇതെല്ലാം ഒരു അളവാണ് എന്ന് പറയുന്നത്. നമ്മുടെ ഇതിനർത്ഥം എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ, എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അവസ്ഥ, എൻ്റെ സദ്ഫലങ്ങളുടെ അവസ്ഥ, എൻ്റെ വിശ്വാസത്തിൻ്റെ വിശുദ്ധിയുടെയും അവസ്ഥ കർത്താവ് അളന്നു നോക്കുന്ന കാലഘട്ടങ്ങളിലേക്ക് സ്വർണ്ണമാകുന്ന പരിശുദ്ധാത്മാവ് കൊണ്ട്, അഗ്നിയാകുന്ന ശോധന കൊണ്ട് കർത്താവ് എന്നെ അളക്കുമ്പോൾ ഞാൻ ആ അളവിൽ ഭീരുക്കളെ പോലെ പരാജയപ്പെടുന്നവരാണോ, അതോ ഞാൻ ധീരതയോടെ കർത്താവിൻ്റെ വിശുദ്ധിയുടെ ധീരത, ആ വിശുദ്ധിയുടെ ശക്തി എന്നിലുണ്ടോ? ഇത് കർത്താവ് അളക്കണ ഒന്നാമത്തെ വചനം, വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ കർത്താവ് അത് എന്നെ അളക്കും, എൻ്റെ മക്കളെ അളക്കും, എൻ്റെ ഭാര്യയെ അളക്കും, വൈദികരെ അളക്കും, മെത്രാന്മാരെ അളക്കും, കന്യാസ്ത്രീകളെ അളക്കും, വചനപ്രഘോഷകരെ അളക്കും, കേരള സഭയെ അളക്കും, ഭാരത സഭയെ അളക്കും, ആഗോള സഭയെ അളക്കും, മെത്രാനെ മാർപ്പാപ്പയെ അളക്കും, സർവ്വജനങ്ങളെയും അക്രൈസ്തവരെയും അളക്കും. നമ്മൾ വിചാരിക്കും ക്രിസ്ത്യാനികളെ മാത്രം അളക്കുള്ളൂ. അല്ല പ്രിയ സഹോദരരെ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഈ ഭൂമുഖത്ത്, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തുണ്ടായിരിക്കും. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം തിരുവചനം, വെളിപാട് 3:10. അതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്? സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന കഷ്ടങ്ങളുടെ സമയത്ത്, പരീക്ഷണ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും. അപ്പം നമുക്ക് സംരക്ഷണം, പക്ഷേ എല്ലാവരും പരിശോധിക്കും, എല്ലാവരും പരീക്ഷിക്കും. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഇത് സ്വർണം കൊണ്ടുള്ള അളവുകോൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ അളക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നീളവും വീതിയുമുള്ള സ്വർണത്തിൻ്റെ ദണ്ട് ഉപയോഗിച്ച് കർത്താവ് എന്നെ അളക്കുമ്പോൾ ആ അളവിൽ എൻ്റെ നഗരം അളക്കും, എൻ്റെ മതിലളക്കും, എൻ്റെ വിശ്വാസത്തിന് അളക്കും, എൻ്റെ കവാടങ്ങൾ അളക്കും. കർത്താവ്, എൻ്റെ കണ്ണൊരു കവാടമാണ്, എൻ്റെ കണ്ണ് എൻ്റെ ആത്മാവിലേക്കുള്ളൊരു കവാടമാണ് എൻ്റെ കണ്ണ്. എൻ്റെ കണ്ണിനെ കർത്താവ് അളക്കും. ആ അളവ് അളക്കുമ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട എത്രയെല്ലാം മ്ലേച്ഛത, ഏതെല്ലാം മ്ലേച്ഛതയുണ്ട് അതിനകത്ത്, ഏതെല്ലാം അശുദ്ധിയുണ്ട്, ഏതെല്ലാം വൃത്തികേട്ടിൽ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. കർത്താവ് കണ്ണാകുന്ന ഈ കവാടത്തെ അളക്കുമ്പോൾ, കണ്ണൻ്റെ അധരമാകുന്ന ഈ അധരത്തെ കർത്താവ് അളക്കുമ്പോൾ, അഗ്നി കൊണ്ട് കർത്താവ് അളക്കും, പരിശുദ്ധാത്മ കൊണ്ട് അളക്കും. എൻ്റെ ശരീരമാകുന്ന ഈ ത്വക്ക് ഉപയോഗിച്ച് ഞാൻ, എൻ്റെ സൗന്ദര്യം ഉപയോഗിച്ച് ഞാൻ മറ്റുള്ളവരെ എന്തെല്ലാം മോശമായ രീതി കണ്ടിട്ടുണ്ട്. എൻ്റെ സൗന്ദര്യം മറ്റുള്ളവർക്ക് കാണാനുള്ള വേദിയായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? എൻ്റെ വസ്ത്രധാരണം കൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് ഉതപ്പ് കൊടുത്തിട്ടുണ്ടോ? എങ്ങനെയുള്ള കർത്താവിൻ്റെ അളവിൽ തോറ്റു പോകരുത് പ്രിയ സഹോദരങ്ങളെ. ഇവിടെ തോറ്റാൽ എല്ലായിടത്തും തോറ്റു. ഈ സ്വർണം കൊണ്ടുള്ള, അതായത് ഈ പരിശുദ്ധാത്മ കൊണ്ട് കർത്താവിൻ്റെ അളവ് അളക്കുമ്പോൾ അവിടെ വിജയിക്കണം, വിജയിച്ചേ പറ്റൂ. തോറ്റുപോയവൻ എന്നേക്കുമായി പിന്നെ രണ്ടാമത്തെ മരണത്തിലേക്ക് പെടുകയാണ്. അതായത് നമ്മൾ കണ്ടു, ഇതാണ് രണ്ടാമത്തെ മരണം, തീയും ഗന്ധവും എരിയുന്ന തടാകമായിരിക്കും ഇതിൻ്റെ പരിണിതഫലം. ഇതാണ് രണ്ടാമത്തെ മരണം. രണ്ടാമത്തെ മരണം എന്ന് പറയുമ്പോൾ മനുഷ്യനെ ഉയർപ്പിച്ച് കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു മരണം മനുഷ്യന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അതായത് ആ നിത്യ തടാകത്തിലേക്ക് ദൈവം തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ, പ്രിയ സഹോദരനെ, മുഴുവൻ അണുവായുധങ്ങളും പൊട്ടി മനുഷ്യനെ നോക്കുവാൻ വരെ പറ്റില്ല. അങ്ങോട്ട് നോക്കി നമ്മുടെ കണ്ണന്ധമായി പോകും. അത്രമാത്രം പ്രകാശകിരണങ്ങളോടുകൂടി സ്ഫോടനം നടന്നിട്ട് ഇങ്ങനെ തിളയ്ക്കുന്ന ആ പാതാളത്തിലേക്ക് രണ്ടാമതാം ഉയർപ്പിച്ച മനുഷ്യനെ വീണ്ടും തള്ളിയിടുന്ന അവൻ്റെ നിലവിളിയും അവൻ്റെ മനസ്സിലെ ക്ലേശവും ഒരു മനുഷ്യന് വാക്കുകൊണ്ട് ഒന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ സാധിക്കില്ല. അത്ര ഭയാനകമാണ് സംഭവം. അപ്പോൾ നമ്മൾ വിചാരിക്കുക, എവിടെ നരകം, എവിടെ സ്വർഗം? പ്രിയപ്പെട്ടവരെ, അണുബോംബ് ലോകത്തുണ്ടോ? അത് പൊട്ടിയിരിക്കും. പൊട്ടിയാൽ ഈ പറഞ്ഞ പാതാളം സൃഷ്ടിക്കപ്പെട്ടിരിക്കും. അത്രയും നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളെ അളക്കുമ്പോൾ കർത്താവ് സ്വർണ്ണമാകുന്ന പരിശുദ്ധാത്മാവുകൊണ്ട് അളക്കുമ്പോൾ, പരിശുദ്ധാത്മാവുന്ന സ്വർണ്ണമാകുന്ന പരിശുദ്ധാത്മാവുകൊണ്ട് അളന്നാൽ നമ്മൾ അവിടെ വിജയിക്കണം, വിജയിച്ചേ പറ്റൂ. അതിനാൽ പ്രിയ സഹോദരങ്ങളെ,
ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഞാൻ എത്ര സമയം മൊബൈൽ ഫോൺ കാണാൻ ഉപയോഗിച്ചു, ഞാൻ എന്തെല്ലാം കണ്ടു, എന്തെല്ലാം കേട്ടു, എൻ്റെ ആത്മാവിലേക്ക് എന്തെല്ലാം കടന്നു വന്നു, എൻ്റെ ആത്മാവ് കൊണ്ട് ഞാൻ ഏതെല്ലാം അശുദ്ധ മതിലുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്, ഏതെല്ലാം മതിലുകൾ, മ്ലേച്ഛതയുടെ മതിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടോ, അശുദ്ധിയുടെ മതിലുകൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടോ, ഇതൊക്കെ പരിശോധിക്കാൻ പഠിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കണം. അങ്ങനെ ഉണ്ട്, കുറേ മ്ലേച്ഛതകളുണ്ട്, കുറേ അശുദ്ധികളുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ദൈവം അനുവദിച്ചിരിക്കുന്ന സഭയിലെ സംവിധാനങ്ങൾ, അല്ല നാം ആയിരിക്കുന്ന അവസ്ഥയിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പാപവിമോചനം, തിന്മയിൽ നിന്നുള്ള വിടുതൽ എത്രയും പെട്ടെന്ന് മേടിച്ചു വെച്ചുകൊള്ളുക. കാരണം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, മേശ കർത്താവ് തട്ടിമറിച്ചിട്ട് കഴിഞ്ഞു. അമേരിക്ക മുതൽ മേശ, നമ്മുടെ സാമ്പത്തിക മേഖലയെ കർത്താവ് അടിച്ചുടച്ച് ആ മേശ തട്ടി താഴെ ഇട്ട് കഴിയുമ്പോൾ കള്ള നാണയങ്ങൾ തെറിച്ചു പോകും. കള്ള നാണയങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ ഭവനത്തിലേക്ക് വരേണ്ട പണമല്ലിത്, ഇത് വിജാതിയുടെ പണമാണ്. അവിടെ പോയി നമ്മൾ പണിയെടുത്ത് ഉണ്ടാക്കിക്കൊണ്ടുന്ന പൈസ നമുക്ക് അർഹതപ്പെട്ട പണമല്ല. അതൊക്കെ കർത്താവ് നമ്മുടെ മേശയിൽ തെറിപ്പിച്ചു കളയുമ്പോൾ നമ്മൾ ശൂന്യമായി പോകും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ചിന്തിച്ചുകൊള്ളുക, പഠിച്ചുകൊള്ളുക, കർത്താവിൻ്റെ വരനായിട്ട് ഒരുങ്ങിക്കൊള്ളുക. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.